വയനാട് പുൽപ്പള്ളിയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കടുവയ്ക്കായി തെർമൽ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചും കുംകിയാനകളെ എത്തിച്ചും നാടടക്കി തിരച്ചിൽ തുടരുന്നതിനിടയിൽ വീണ്ടും ആടിനെ കൊന്നു കടുവ. ഇന്നലെ രാത്രി 12 മണിയോടെ തൂപ്ര അംഗൻവാടിക്ക് സമീപത്ത് ചന്ദ്രൻ പെരുപ്പറമ്പിൽ എന്നയാളുടെ ആടിനെ കടുവ കൊന്നു. വനവകുപ്പ് ഡ്രോൺ വഴി തിരച്ചിൽ തുടരുന്നതിനിടെയാണ് സംഭവം. ഇതോടെ പ്രദേശത്ത് ഒരാഴ്ചയ്ക്കിടെ കടുവ പിടികൂടുന്ന ആടുകളുടെ എണ്ണം 5ആയി. അനീസലയുണ്ട് വിവരങ്ങൾ നൽകാനായി. അനീസ, ഇന്നലെ രാത്രിയോടെ ഈ കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കൂടിന് സമീപത്തേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ തെരച്ചിലൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? നമ്മളിപ്പോൾ ഉള്ളത് തുപ്ര അംഗൻവാടിക്ക് സമീപമാണ്. ഇവിടെയാണ് ഇന്നലെ ഒരു 12 മണിയോടുകൂടി കടുവ ആടിനെ പിടിച്ചത്. ഇതോടുകൂടി ഈ പ്രദേശത്ത് ഒരാഴ്ചക്കിടെ 5 ആടുകളെ പിടിക്കുന്ന സാഹചര്യമുണ്ടായി. വലിയ ഭീതിയാണ് പ്രദേശത്ത് നിലനിൽക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പ്രദേശത്ത് അജിത്തേട്ടാ, എന്താണ് എപ്പോഴായിരുന്നു ഇന്നലെ ഈ സംഭവം? ഇന്നലെ 11:50 ആയപ്പോഴാണ് ചേച്ചി വിളിച്ചത്. അപ്പോൾ നമ്മളെല്ലാവരും ഊട്ടിക്കുള്ള പ്രദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാടിനെ പിടിച്ചു. അവർ അപ്പം തന്നെ നമ്മളെ വിളിക്കുന്നതിനുണ്ടായി. 12:05 ആയപ്പോഴത്തേക്ക് മുഴുവൻ ടീം ഇവിടേക്ക് എത്തി. ആടിനെ ഭക്ഷിച്ചിട്ടില്ല. ആടിനെ പുറത്തേക്ക് ഇട്ടിട്ട് പോലും, ആട് മരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇപ്പൊ ചത്തിട്ടുണ്ട്. ഏതായാലും അവസാനം പിടിച്ച 3 ആടുകളെയും ഭക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. 3 ആടുകളെയും കൊന്നിടുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ആ ഭാഗത്തേക്ക് ഈ കടുവ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ സമയവും ഡ്രോൺ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂട് വെച്ചിട്ടില്ല. ഞാൻ 2:45 വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. 2:45 ഞാൻ ഇവിടുന്ന് പിരിഞ്ഞത്. ഡോക്ടറും സംഘവും ആ കൂടിനോട് ചേർന്ന് തന്നെയാണ് വീടുള്ളത്. വീടിനകത്ത് ക്യാമ്പ് ചെയ്യായിരുന്നു. വീടിനകത്ത് വന്നാൽ തന്നെ ഷൂട്ട് ചെയ്യാനുള്ള രൂപത്തിൽ ക്യാമ്പ് ചെയ്യായിരുന്നു ഡോക്ടറും സംഘവും. ഇതുവരെ പിന്നെ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇര പിടിക്കാത്തൊരു കടുവ, 3 ദിവസം വിശന്നിരിക്കുന്ന കടുവ അപകടകാരിയായിരിക്കും എന്നൊരു ഭീതി പ്രദേശത്ത്. അത് വലിയ ഭീതി തന്നെയുണ്ട്. ഇന്നലെയും ഭക്ഷിച്ചിട്ടില്ല, കഴിഞ്ഞ ദിവസം ഒന്നും ഭക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. കടുവ ഇങ്ങനെ ഇന്നലെ ഉണ്ടായ സ്ഥലത്ത് ഒരു 1.5 കിലോമീറ്ററോളം അകലെയാണ് ഇപ്പോൾ. ഏതായാലും വലിയ ഭീതി പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി ഇര പിടിച്ചിട്ടില്ലാത്ത കടുവ അപകടകാരിയാണ് എന്ന ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സന്ദർഭം എന്ന് പറയുന്നത് നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണമുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഴുവൻ സമയവും അവരുടെ ഒരു റോന്തു ചുറ്റൽ ഇവിടെ ഉണ്ട്. ഏതായാലും അപകടകരമാണ്. ഇപ്പോൾ 3 ദിവസമായും ഇര പിടിച്ചിട്ടില്ലാത്ത, അതായത് ആടിനെ കൊല്ലുമ്പോഴേക്കും ബഹളം വെക്കുകയും വീട്ടുകാർ അറിയുന്നതിനെ തുടർന്ന് ആടിനെ ഉപേക്ഷിച്ച് ഓടുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശന്നിരിക്കുന്ന ഒരു കടുവ എന്നത് അപകടകാരിയാണ്. ഇനി ഏത് തരത്തിലാണത് മനുഷ്യരുടെ നേരെ ആക്രമണം ഉണ്ടായേക്കുമോ എന്നൊക്കെ ആശങ്കയുണ്ട്. ഈ റബ്ബർ തൊഴിലാളികൾ അവർ ഈ സമയത്തൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളാണ്. അവരിന്ന് പോകുന്നില്ല. അവരിന്ന് എന്നല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് അവർ പോകുന്നില്ല. അതുപോലെ തന്നെ ക്ഷീരകർഷകരാണ് വലിയൊരു വിഭാഗം ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അതിരാവിലെ പാലളക്കുക ഒക്കെ തുടങ്ങിയ കാര്യങ്ങൾക്കായി പുറത്തു പോകേണ്ടവരാണ്. അവർ പോകുന്നില്ല. അതുപോലെ സ്കൂൾ വിദ്യാർത്ഥികൾ, മദ്രസ വിദ്യാർത്ഥികളൊക്കെ ജനജീവിതം താറുമാറായി കിടക്കുകയാണ്. കഴിഞ്ഞ ഈ ഒരു 7-8 ദിവസത്തോളമായി ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്, ഇന്നലെ പുലർച്ചെ 12:30 നമ്മൾ ഈ വിഷയങ്ങൾ ലൈവിൽ എത്തിക്കുന്നുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലും ഈ ഗ്രാമം ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശവാസികൾക്ക് ജോലിയില്ല, ഉറക്കമില്ല എന്ന രീതിയിലാണുള്ളത്. വലിയ ആശങ്ക പ്രദേശത്തുണ്ട്. ഇന്നലെ നമ്മൾ ഈ കടുവ കഴിഞ്ഞ ദിവസം ഇര പിടിച്ച, അതായത് ആടിനെ കൊന്ന സ്ഥലത്ത് ആടിന്റെ ജഡം കെണിയായി വെച്ചുകൊണ്ട് കടുവക്കായി കാത്തിരുന്നിരുന്നു. തെർമൽ ഡ്രോൺ ക്യാമറയിൽ കടുവയുടെ മൂവ്മെന്റ് നിരീക്ഷിച്ചപ്പോൾ ഈ കൂട് ലക്ഷ്യമാക്കി കടുവ നീങ്ങുന്നതായി കണ്ടെത്തിയിരുന്നു. അങ്ങനെ കൂടിന് തൊട്ടടുത്ത് കടുവ എത്തുകയും അരമണിക്കൂറോളം നേരം ആ പ്രദേശത്ത് ഉണ്ടാവുകയും ചെയ്തു. കൂട്ടിൽ കയറുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിടത്ത് നിന്നാണ് പിന്നീട് കടുവ അതിവേഗം ലൊക്കേഷൻ മാറിപ്പോവുകയും 2 കിലോമീറ്റർ അപ്പുറമുള്ള തുപ്ര എന്ന് പറയുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തെത്തി കടുവ മറ്റൊരു കൂട്ടിൽ കയറി കടുവ ആടിനെ കൊല്ലുകയും ചെയ്തിരിക്കുന്നു. അവിടെയും സംഭവിച്ചിട്ടുള്ളത് ബഹളം വെച്ചതോടുകൂടി ആടിനെ ഉപേക്ഷിച്ച് കടുവ കടന്നു കളഞ്ഞിട്ടുണ്ട്.